ഹലോ എവരി വൺ. കോർപ്പറേറ്റ് റെഗുലേഷൻസിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. 6th ചാപ്റ്ററായിട്ടുള്ള വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. നമുക്കറിയാം, കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണല്ലേ, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് കമ്പനിക്കുള്ളത് അല്ലേ. ഏതൊരു മനുഷ്യനും ജനിക്കുകയാണെങ്കിലും മരണമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ കമ്പനിക്കും ഒരു ജനനവും മരണവും ഉണ്ടായിരിക്കും അല്ലേ. നമ്മളത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്പനീനെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക, കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, മീറ്റിംഗ്സ് എങ്ങനെ നടത്തണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്പനീൻ്റെ അവസാനമാണ്. അതിനെയാണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനി നിയമപ്രകാരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ അതിനെ അവസാനിപ്പിക്കാൻ വേണമല്ലേ. സോ നിയമപ്രകാരമായിരിക്കണം അല്ലെങ്കിൽ ലീഗൽ പ്രോസസ്സിലൂടെ ആയിരിക്കണം ഒരു കമ്പനീനെ വൈൻഡപ്പ് ചെയ്യേണ്ടതും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സും പ്രൊവിഷൻസൊക്കെയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനീൻ്റെ എൻഡ് സ്റ്റേജാണ്, അല്ലെങ്കിൽ ഒരു അവസാനമാണ് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നിയമപ്രകാരം എങ്ങനെയാണോ കമ്പനീനെ ക്രിയേറ്റ് ചെയ്തത് അതേപോലെ തന്നെ ലീഗൽ പ്രൊസീജിയറിലൂടെ കമ്പനീനെ അവസാനിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് വൈൻഡിങ് അപ്പ്. നോക്കാം. വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ഈസ് ദ സ്റ്റേജ് വെൻ ദ ബിസിനസ് ഓഫ് ദ കമ്പനി ഈസ് ഡിസോൾവ്ഡ്. അതായത് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബിസിനസ്സിനെ ഡിസോൾവ് ചെയ്യുന്ന, അവസാനിപ്പിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓൾ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനീസ് ആർ റിയലൈസ്ഡ്. കമ്പനീൻ്റെ കയ്യിൽ ഒരുപാട് അസറ്റ്സ് ഉണ്ടായിരിക്കും. ആ അസറ്റ്സിനൊക്കെ എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യൂലേ, അതിനൊക്കെ വിറ്റ് ക്യാഷ് ആക്കും. ദെൻ മണി ഈസ് റിയലൈസ്ഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ക്രെഡിറ്റേഴ്സ്. അങ്ങനെ അസറ്റൊക്കെ റിയലൈസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ക്യാഷ് വെച്ചിട്ടാണ് ക്രെഡിറ്റേഴ്സിനെയും അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് വൈൻഡിങ് അപ്പ് മീൻസ് എൻഡ് സ്റ്റേജ് ഓഫ് എ കമ്പനി. ഇനി ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഗോവർ, വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ഈസ് ദ പ്രോസസ് വെയർ ബൈ ഇറ്റ്സ് ലൈഫ് ഈസ് എൻഡഡ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി അഡ്മിനിസ്ട്രേറ്റഡ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. കമ്പനീൻ്റെ വൈൻഡിങ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനീൻ്റെ ലൈഫ് അവസാനിപ്പിക്കലാണല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോപ്പർട്ടീസിനെയും ഉപയോഗിച്ചിട്ടായിരിക്കും ക്രെഡിറ്റേഴ്സിനെയും മറ്റ് മെമ്പേഴ്സിനെയൊക്കെ സെറ്റിൽ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ കോൾഡ് എ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ആൻഡ് ഹി ടേക്സ് കൺട്രോൾ ഓഫ് ദ കമ്പനി. ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യും. ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹമായിരിക്കും കമ്പനീൻ്റെ ഈ ഒരു വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, സോ ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യും. ലിക്വിഡേറ്റർ ആയിരിക്കും പിന്നീട് കമ്പനിയെ കൺട്രോൾ ചെയ്യുക, കമ്പനീൻ്റെ അസറ്റ്സ് ഒക്കെ വിൽക്കുക. അതുപോലെ തന്നെ ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനൊക്കെ പേയ്മെൻറ്റ് നടത്തി സെറ്റിൽ ചെയ്യുന്നതും ഈ ലിക്വിഡേറ്ററാണ്. ഓക്കെ, അപ്പോൾ വൈൻഡിങ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കലാണ്. സോ അതിനുള്ള മെയിൻ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ കമ്പനി അതിൻ്റെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നതോ അല്ലെങ്കിൽ കടങ്ങളൊന്നും ഇനി വീട്ടാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നതോ, അതല്ലെങ്കിൽ കമ്പനി അമാൽഗമേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണെങ്കിലൊക്കെയാണ്. ഓക്കെ, സോ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് എൻഡ് സ്റ്റേജ് ആണെന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. കമ്പനീനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തോ അതുപോലെ തന്നെ ലീഗൽ മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ നിയമപ്രകാരം അവസാനിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് വൈൻഡിങ് അപ്പ്. ചുരുക്കി പറയുകയാണെങ്കിൽ കമ്പനി പൂട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണിത്. ദെൻ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്. രണ്ട് രീതിയിലാണ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാറുള്ളത്. ഒന്ന് ട്രൈബ്യൂണൽ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പിലൂടെയും ദെൻ സെക്കൻഡ് വൺ വോളണ്ടറി വൈൻഡിങ് അപ്പ്. കമ്പനി സ്വമേധയാ തീരുമാനമെടുക്കുന്നതിലൂടെയും കമ്പനി അവസാനിപ്പിക്കാവുന്നതാണ്. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 270 മുതൽ 365 വരെയാണ്. ഓക്കെ, ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട്. എങ്ങനെയാണ് ട്രിബ്യൂണൽ ഇടപെട്ടിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിബ്യൂണൽ ഇടപെട്ടിട്ടുള്ള വൈൻഡിങ് അപ്പാണ്. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 272 പ്രകാരം കമ്പനിക്കെതിരായിട്ടൊരു പെറ്റീഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രിബ്യൂണലിൽ ഇടപെട്ടിട്ട് കമ്പനീനെ വൗണ്ട് അപ്പ് ചെയ്യാവുന്നതാണ്. സെക്ഷൻ 271 വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള റീസൺസ് പറയുന്നത്, ഫസ്റ്റ് വൺ, ദ കമ്പനി ഈസ് അണേബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിക്ക് അതിൻ്റെ കടങ്ങളൊന്നും വീട്ടാൻ കഴിയില്ല എന്ന് ട്രിബ്യൂണലിന് തോന്നുകയാണെങ്കിൽ കമ്പനി ക്യാഷ് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന് 1 lakh rupees-ലധികം ഒരു 21 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ട്രിബ്യൂണലിന് ഇടപെട്ടിട്ട് വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ദെൻ കമ്പനി ഹാസ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഹാസ് റിസോൾവ്ഡ് ദാറ്റ് ദ കമ്പനി ബി വൗണ്ട് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ. കമ്പനിയിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്.
Then if the company has acted against the interest of the sovereignty and integrity of India, the security of the state, or has spoiled any kind of friendly relation with foreign or neighboring countries. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം അല്ലെങ്കിൽ അതിൻ്റെ സമഗ്രതയ്ക്കെതിരായിട്ട് എന്തെങ്കിലും കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് നെയ്ബറിങ് കൺട്രീസുമായിട്ടുള്ള ഒരു റിലേഷൻ നശിപ്പിക്കുന്ന രീതിയിൽ കമ്പനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ട്രിബ്യൂണലിൽ ഇടപെട്ടിട്ട് വൈൻഡിങ് അപ്പിന് ഓർഡർ പ്രൊവൈഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, ട്രിബ്യൂണലിൽ ഇടപെട്ടിട്ട് സിക്ക് കമ്പനീസിൻ്റെ കേസിലും, അതായത് ഇനി ഒരിക്കലും റിവൈവൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പോസിബിൾ അല്ലാത്ത സിക്ക് കമ്പനീസിൻ്റെ കേസിൽ വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇഫ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ഹാവ് ബീൻ കണ്ടക്റ്റഡ് ഇൻ എ ഫ്രോഡ്ലൻറ്റ് മാനർ ഓർ ദ കമ്പനി വാസ് ഫോംഡ് ഫോർ ഫ്രോഡ്ലൻറ്റ് ആൻഡ് അൺലോഫുൾ പേർപ്പസ്. ഏതെങ്കിലും കമ്പനി ഫോം ചെയ്തിട്ടുള്ളത് നിയമപ്രകാരമല്ലാത്ത, നിയമത്തിനെതിരായിട്ടുള്ള ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയുടെ അഫയേഴ്സൊക്കെ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നടക്കുന്നതെങ്കിൽ ട്രൈബ്യൂണലിന് ഇടപെട്ടിട്ട് ഇത്തരത്തിൽ വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് ഇടപെട്ടിട്ടും ഇത്തരത്തിൽ പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇഫ് ദ കമ്പനി ഹാസ് നോട്ട് ഫയൽഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ആനുവൽ റിട്ടേൺസ് ഫോർ ദ പ്രിസീഡിംഗ് 5 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ, തുടർച്ചയായിട്ടുള്ള 5 വർഷങ്ങളിൽ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ അത്തരം കമ്പനീസിനും വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇഫ് ദ ട്രൈബ്യൂണൽ ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദ കമ്പനി ഷുഡ് ബി വൗണ്ട് അപ്പ്, കമ്പനി അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ട്രൈബ്യൂണലിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലും വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ട്രൈബ്യൂണൽ ഇടപെട്ടിട്ട് ഓർഡർ കൊടുക്കുന്ന ചില സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് കമ്പനിക്ക് ഡെപ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇനിയില്ല, അതുപോലെ തന്നെ കമ്പനി തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദെൻ കമ്പനി നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സമഗ്രതയ്ക്കും പരമാധികാരത്തിനൊക്കെ എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഫോറിൻ റിലേഷനെയൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ, ദെൻ സിക്ക് കമ്പനീസിൻ്റെ കേസ് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന കമ്പനീസിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തുടർച്ചയായ 5 വർഷങ്ങളിൽ ഫയൽ ചെയ്യാത്ത കമ്പനീസ്, അതുപോലെ തന്നെ ട്രിബ്യൂണലിന് തോന്നുകയാണ് കമ്പനി വൗണ്ടപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന്, ആ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ ട്രൈബ്യൂണൽ ഇടപെട്ടിട്ട് വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ്. ആർക്കൊക്കെയാണ് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിന് പെറ്റീഷൻ കൊടുക്കാൻ സാധിക്കുക എന്ന് നോക്കാം. സെക്ഷൻ 272 ഈ പെറ്റീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത്. സോ ട്രൈബ്യൂണലിന് മുന്നാകെ വൈൻഡിങ് അപ്പിനുള്ള പെറ്റീഷൻ കൊടുക്കാൻ കമ്പനിക്ക് സാധിക്കും. ദെൻ ക്രെഡിറ്ററിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്രെഡിറ്റേഴ്സിന് സാധിക്കും, അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടറീസിന് സാധിക്കും. ദെൻ ഈ എല്ലാ ആൾക്കാർക്കും ഒന്നിച്ച് ജോയിൻ്റ്ലി സാധിക്കും. എന്ന് വെച്ചാൽ കമ്പനിക്കും ക്രെഡിറ്റർക്കും കോൺട്രിബ്യൂട്ടറീസിനും ഒരുപോലെ ജോയിൻ ചെയ്തിട്ട് പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാം. ദെൻ കമ്പനി രജിസ്ട്രാർക്ക് പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും കമ്പനിക്കെതിരെ പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഫൈനലി സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെ ഇടപെട്ടിട്ട് പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പനിക്കോ ക്രെഡിറ്റേഴ്സിനോ അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടറീസിനോ ദെൻ ഈ പറഞ്ഞ എല്ലാ വ്യക്തികൾക്കും ജോയിൻ്റ്ലിയോ അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രാർക്കോ സെൻട്രൽ ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനോ ട്രൈബ്യൂണലിന് പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു മാനർ അവിടെ പറയുന്നുണ്ട്. പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ കമ്പനീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നിർബന്ധമായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. പെറ്റീഷൻ്റെ കോപ്പി ആദ്യം അയക്കേണ്ടത് കമ്പനി രജിസ്ട്രാർക്കാണ്. ആ രജിസ്ട്രാറാണ് പെറ്റീഷൻ കിട്ടി 60 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ട്രിബ്യൂണലിന് മുന്നാകെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പവേഴ്സ് ഓഫ് ട്രിബ്യൂണൽ. സെക്ഷൻ 273 ട്രൈബ്യൂണലിൻ്റെ പവേഴ്സിനെ പറ്റി പറയുന്നത്. ദ ട്രൈബ്യൂണൽ ഓൺ റെസിപ്റ്റ് ഓഫ് എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ് പാസ് എനി ഓഫ് ദ ഫോളോയിങ് ഓർഡേഴ്സ്. അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ട്രൈബ്യൂണലിന് സാധിക്കും. ഫസ്റ്റ് വൺ, ഡിസ്മിസ് ഇറ്റ് വിത്ത് ഓർ വിത്തൗട്ട് കോസ്റ്റ്. ഒന്നുകിൽ കമ്പനീനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഓർഡർ പ്രൊവൈഡ് ചെയ്യാം. ദെൻ മേക്ക് എനി ഇൻറ്ററിം ഓർഡർ ആസ് ഇറ്റ് തിങ്ക് ഫിറ്റ്. ഏതെങ്കിലും തരത്തിലുള്ള ഇടക്കാല ഉത്തരവ് പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട്. അതുപോലെ തന്നെ അപ്പോയിൻ്റ് എ പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ഓഫ് ദ കമ്പനി. കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രൊവിഷണൽ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട്. ദെൻ മേക്ക് ആൻ ഓർഡർ ഫോർ ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി വിത്ത് ഓർ വിത്തൗട്ട് കോസ്റ്റ്. കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്യാം. ദെൻ എനി അതർ ഓർഡർ ആസ് ഇറ്റ് തിങ്ക് ഫിറ്റ്. ട്രൈബ്യൂണലിന് നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്ന ഏതൊരു ഓർഡറും പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരം കമ്പനി ട്രൈബ്യൂണലിനുണ്ട്. ഓക്കെ, സോ ദ ട്രൈബ്യൂണൽ ഷാൾ മേക്ക് ആൻ ഓർഡർ വിതിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ദ പെറ്റീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രാർ ഈ ഒരു പെറ്റീഷൻ ട്രൈബ്യൂണലിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ ഓർഡർ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ദ ട്രൈബ്യൂണൽ മേ റിഫ്യൂസ് ടു മേക്ക് ആൻ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ഇഫ് ഇറ്റ് ഈസ് ദ ഒപ്പീനിയൻ ദാറ്റ് സം അതർ റെമഡി ഈസ് അവൈലബിൾ ടു ദ പെറ്റീഷനേഴ്സ് and that they are acting unreasonably in seeking to have the company wound up instead of pursuing any other remedy. അതായത്
കമ്പനിക്കെതിരെ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് അൺറീസണബിൾ ആയിട്ടാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും പരിഹാര മാർഗ്ഗങ്ങളോ റെമഡീസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ട്രിബ്യൂണലിന് ഇത്തരത്തിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇപ്പോൾ പവേഴ്സ് ഓഫ് ട്രിബ്യൂണൽ സെക്ഷൻ 273 പറയുന്നത് കമ്പനീനെ ഡിസ്മിസ് ചെയ്യാൻ, പിരിച്ചുവിടാൻ, അതുപോലെ തന്നെ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ ട്രിബ്യൂണലിന് തോന്നുന്ന നല്ലൊരു ഓർഡർ ഇഷ്യൂ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവ് ബിസിനസ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനൊക്കെ ഉള്ളൊരു ഉത്തരവ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു അധികാരം ട്രൈബ്യൂണലിനുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഫയലിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, രജിസ്ട്രാർക്ക് ഈ ഒരു പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പെറ്റീഷൻ്റെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പെറ്റീഷനെ കൺസിഡർ ചെയ്യില്ല, അല്ലെങ്കിൽ അതിന് യാതൊരുവിധ വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. നോക്കാം, if a petition for winding up is filed before the tribunal and the tribunal proceeds with this, it may direct the company to file its objections along with a statement of its affairs within 30 days of the order in such a form and in such a manner as may be prescribed. ട്രൈബ്യൂണലിന് മുന്നാകെ ഇത്തരത്തിലൊരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ ആദ്യം ചെയ്യുന്നത് കമ്പനിക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. വിത്തിൻ 30 days ഓഫ് ദി ഓർഡർ കമ്പനി ഒരു ഒബ്ജക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പെറ്റീഷനെതിരെ സംസാരിക്കാനുള്ളൊരു അവകാശം കമ്പനിക്ക് ഉണ്ടല്ലേ, അതാണ് ഒബ്ജക്ഷൻ എന്ന് പറയുന്നത്. സോ അതിനോടൊപ്പം തന്നെ കമ്പനീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കാണിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ കമ്പനി ഇത് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ദ ട്രൈബ്യൂണൽ മേ അലോ എ ഫർദർ പീരീഡ് ഓഫ് 30 days ഇൻ എ സിറ്റുവേഷൻ ഓഫ് കണ്ടിൻജൻസി ഓർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 30 ദിവസം കൂടി ഇളവ് കൊടുക്കാൻ അല്ലെങ്കിൽ അധിക ദിവസം നീട്ടിക്കൊടുക്കാനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട്. ആൻഡ് ദ ട്രൈബ്യൂണൽ മേ ഡയറക്റ്റ് ദ പെറ്റീഷണർ ടു ഡെപ്പോസിറ്റ് സച്ച് സെക്യൂരിറ്റി ഫോർ കോസ്റ്റ് ആസ് ഇറ്റ് മേ കൺസിഡർ റീസണബിൾ ആസ് എ പ്രീ കണ്ടീഷൻ ടു ഇഷ്യൂ ഡയറക്ഷൻ ടു ദ കമ്പനി. കോർട്ടിലൊക്കെ പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെക്യൂരിറ്റി എമൗണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരൂല്ലേ. അതുപോലെ തന്നെ ഇവിടെയും കമ്പനിക്കെതിരായിട്ട് പെറ്റീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു പെറ്റീഷണർ ട്രൈബ്യൂണൽ നിർദ്ദേശിക്കുന്ന ആ ഒരു എമൗണ്ട് സെക്യൂരിറ്റി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ എ കമ്പനി വിച്ച് ഫെയിൽസ് ടു ഫയൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഷാൾ ഫോർഫീറ്റ് ദ റൈറ്റ് ടു ഓപ്പോസ് ദ പെറ്റീഷൻ ആൻഡ് സച്ച് ഡയറക്ടേഴ്സ് ആൻഡ് ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി റെസ്പോൺസിബിൾ ഫോർ ദിസ് ആർ ലയബിൾ ഫോർ പണിഷ്മെൻറ്റ്. കമ്പനിയോട് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് റിപ്പോർട്ട് ചെയ്യാൻ ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും കമ്പനി ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ. അതിലെന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പെറ്റീഷനെതിരായിട്ട് സംസാരിക്കാനുള്ള യാതൊരു അധികാരവും പിന്നീട് കമ്പനിക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയറക്ടേഴ്സും മറ്റു ഓഫീസേഴ്സൊക്കെ ഇതിന് ലയബിൾ ആയിരിക്കും, അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും. And the company and the directors are required to submit at the cost of the company within a period of 30 days of such order the books of accounts of the company completed and audited up to the date of order to the liquidator. അതുപോലെ തന്നെ ഈ ഒരു ഓർഡർ ട്രൈബ്യൂണൽ കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വെരിഫൈ ചെയ്തിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കമ്പനി ലിക്വിഡേറ്റർക്ക് മുന്നാകെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ഒക്കേഴ്സ് ദ ഡയറക്ടർ ഓർ ദ ഓഫീസർ ഓഫ് ദ കമ്പനി ഷാൾ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 6 months. അതുപോലെ തന്നെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ വീഴ്ച വരുത്തുന്ന ഓഫീസേഴ്സിനും ഡയറക്ടേഴ്സിനുമുള്ള പണിഷ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇംപ്രിസൺമെൻറ്റ് 6 മാസവും അതുപോലെ തന്നെ ഫൈൻ എമൗണ്ട് പറയുന്നുണ്ട് 25,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ടും വരും. ഓക്കെ, ദെൻ ഇൻ ദിസ് കേസ് ദ കംപ്ലൈൻറ്റ് ആർ ഫയൽഡ് ബിഫോർ ദ സ്പെഷ്യൽ കോർട്ട് ബൈ രജിസ്ട്രാർ, പ്രൊവിഷണൽ ലിക്വിഡേറ്റർ, കമ്പനി ലിക്വിഡേറ്റർ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി ട്രൈബ്യൂണൽ. ഇങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും സബ്മിറ്റ് ചെയ്യാത്ത ആ ഒരു സാഹചര്യത്തിൽ കമ്പനിക്കെതിരായിട്ട് കംപ്ലൈൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഒരു സ്പെഷ്യൽ കോർട്ടിന് മുന്നാകെ കംപ്ലൈൻറ്റ് കൊടുക്കാം. കമ്പനി രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ലിക്വിഡേറ്റർക്കോ അല്ലെങ്കിൽ പ്രൊവിഷണൽ ലിക്വിഡേറ്റർക്കോ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കോ ഇതിനെതിരെ കംപ്ലൈൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് ഫയലിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആയിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊവിഷൻസ്, ഇനി അത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ബാധ്യതകളാണ് കമ്പനിക്ക് വരിക എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, ഇനി നോക്കാനുള്ളത് കമ്പനി ലിക്വിഡേറ്റേഴ്സ് ആൻഡ് ദെയർ അപ്പോയിൻമെൻറ്റ്സ്. നമ്മൾ പറഞ്ഞിരുന്നു കമ്പനി ലിക്വിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊമോട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യൂലേ, അതുപോലെ തന്നെ കമ്പനി അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓതറൈസ്ഡ് പേഴ്സൺസ് ആണ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കമ്പനീൻ്റെ അവസാനിപ്പിക്കൽ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരിക്കും, ഒരുപാട് അസറ്റ്സ് ഉണ്ടായിരിക്കും, മറ്റൊരുപാട് അഫയേഴ്സ് ഉണ്ടായിരിക്കും, കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കും. സോ എല്ലാവരെയും റീസണബിളായിട്ട് പിരിച്ചുവിടുക എന്നുള്ളതാണ് ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടി.
നോക്കാം. സെക്ഷൻ 275 കമ്പനി ലിക്വിഡേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. When a company goes into liquidation under the order of the tribunal, a person or persons are appointed to perform the duties relating to the winding up of the company. ഇതുപോലെ ട്രൈബ്യൂണൽ ഇടപെട്ടിട്ട് കമ്പനി അവസാനിപ്പിക്കാനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയോ ഇത്തരത്തിൽ കമ്പനി ലിക്വിഡേറ്റേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. Such a persons as official liquidator or liquidator are known as company liquidators. ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽ ലിക്വിഡേറ്റേഴ്സിനെയാണ് അല്ലെങ്കിൽ ലിക്വിഡേറ്ററെയാണ് കമ്പനി ലിക്വിഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 275 കുറച്ച് പ്രൊവിഷൻസ് പറയുന്നുണ്ട്. നോക്കാം. ഇത്തരത്തിൽ കമ്പനി ലിക്വിഡേറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊവിഷണൽ ലിക്വിഡേറ്റേഴ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ട വ്യക്തികളെ കുറിച്ചുള്ള കുറച്ച് മാനദണ്ഡങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, മേ ബി അപ്പോയിൻറ്റഡ് ഫ്രം എ പാനൽ ഓഫ് പ്രൊഫഷണൽ ഫേംസ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അഡ്വക്കേറ്റ്സ്, കമ്പനി സെക്രട്ടറീസ്, കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ് ഓർ ഫേം ഹാവിംഗ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് പ്രൊഫഷൻസ് വിച്ച് ആർ സെൻട്രൽ ഗവൺമെൻറ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ട്രൈബ്യൂണൽ. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലിക്വിഡേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുള്ള പാനൽസ് ഉണ്ടായിരിക്കും. ഈ പാനൽസിലുള്ള മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നത് പല പ്രൊഫഷണൽ ഫേംസിൽ നിന്നായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ അതിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടായിരിക്കും, അഡ്വക്കേറ്റ്സ് ഉണ്ടായിരിക്കും, കമ്പനി സെക്രട്ടറീസ് ഉണ്ടായിരിക്കും, കോസ്റ്റ് അക്കൗണ്ടൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രൊഫഷണൽസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാനലിനെ സെൻട്രൽ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ട്രിബ്യൂണലിന് വേണ്ടിയിട്ട്. സോ ഈ ഒരു പാനലിൽ നിന്നും കമ്പനി ലിക്വിഡേറ്ററെ ചൂസ് ചെയ്യാവുന്നതാണ്. ദെൻ മേ ബി എ ബോഡി കോർപ്പറേറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സച്ച് പ്രൊഫഷണൽസ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 10 years എക്സ്പീരിയൻസ് ഇൻ കമ്പനി മാറ്റേഴ്സ് ആസ് മേ ബി അപ്രൂവ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം. 10 വർഷത്തോളം കമ്പനി മാറ്റേഴ്സിൽ അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ബോഡി കോർപ്പറേറ്റ്സിനെയും ഇങ്ങനെ ലിക്വിഡേറ്റേഴ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. ദെൻ വേറെ പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ട്രൈബ്യൂണൽ. ഇറ്റ് മേ ലിമിറ്റ് ഓർ റെസ്ട്രിക്റ്റ് ഹിസ് പവേഴ്സ് ഇൻ ദ ഓർഡർ ഇറ്റ് സെൽഫ്. ട്രൈബ്യൂണൽ ഇടപെട്ടിട്ട് പ്രൊവിഷണൽ ലിക്വിഡേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അവരുടെ അധികാര പരിധിയെ ട്രൈബ്യൂണൽ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. സോ ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം ഈ പ്രൊവിഷണൽ ലിക്വിഡേറ്റേഴ്സിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതർവൈസ് ഹി ഷാൾ ഹാവ് ദ സെയിം പവേഴ്സ് ആസ് എ ലിക്വിഡേറ്റർ. ഇനി അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ലിക്വിഡേറ്റർക്കുള്ള എല്ലാ അധികാരങ്ങളും ഈ പ്രൊവിഷണൽ ലിക്വിഡേറ്റർക്കും ഉണ്ടായിരിക്കും. Then on the grounds of misconduct, fraud, misfeasance, breach of duties or professional incompetence, the central government has the power to remove the name of any person or firm or body corporate from the panel maintained for this. അപ്പോൾ ഇതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പാനലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പാനലിൽ നിന്ന് ഏതൊരു വ്യക്തിയെയും റിമൂവ് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. ഇഫ് അദ്ദേഹം എന്തെങ്കിലും മിസ്കണ്ടക്ട് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇടപെട്ടിട്ട് പാനലിൽ നിന്നും അവരുടെ പേര് റിമൂവ് ചെയ്യാവുന്നതാണ്. ദെൻ ഇങ്ങനെ പേര് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ബോഡി കോർപ്പറേറ്റ്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഫേംസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ അടുത്തുനിന്നോ ഒക്കെ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അല്ലെങ്കിൽ ബീയിങ് ഹിയർഡ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിബ്യൂണൽ ഇത്തരത്തിലെ പ്രൊഫഷണൽ ലിക്വിഡേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അവർക്ക് കൊടുക്കേണ്ട ഫീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അപ്പോയിൻമെൻറ്റിൻ്റെ കണ്ടീഷൻസൊക്കെ ട്രിബ്യൂണൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ അതനുസരിച്ചിട്ടായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ സൈസിനനുസരിച്ചിട്ട് ഏത് തരത്തിലുള്ള ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യണം, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, എക്സ്പീരിയൻസ് എന്തായിരിക്കണം, ഇതൊക്കെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഓൺ അപ്പോയിൻമെൻറ്റ് ആസ് പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ഓർ കമ്പനി ലിക്വിഡേറ്റർ സച്ച് ലിക്വിഡേറ്റർ ഷാൾ ഫയൽ എ ഡിക്ലറേഷൻ വിതിൻ 7 days ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം ഡിസ്ക്ലോസിംഗ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ഒരു ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് 7 ദിവസത്തിനുള്ളിൽ ഒരു ഡിക്ലറേഷൻ അയാൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കമ്പനി ലിക്വിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രൈബ്യൂണൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ലിക്വിഡേറ്റേഴ്സാണ്. ഇവർ പ്രൊഫഷണൽസ് ആയിരിക്കും. സോ സെൻട്രൽ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാനൽ ഉണ്ടായിരിക്കും. ഈ പാനലിൽ നിന്നായിരിക്കും ലിക്വിഡേറ്റേഴ്സിനെ സെലക്ട് ചെയ്യുക. അവരെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഫീസ്, അതുപോലെ തന്നെ പവേഴ്സൊക്കെ ട്രൈബ്യൂണൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ ഫേംസിൻ്റെ ആ ഒരു പാനലിൽ നിന്നായിരിക്കണം ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 10 year എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ ട്രിബ്യൂണൽ ഇടപെട്ടിട്ട് ഇത്തരത്തിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രൊവിഷണൽ ലിക്വിഡേറ്ററുടെ അധികാര പരിധിയൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. സെക്ഷൻ 275 കമ്പനി ലിക്വിഡേറ്ററിനെ പറ്റിയും അതിൻ്റെ അപ്പോയിൻമെൻറ്റിനെ പറ്റിയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ. ഇനി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡേറ്ററെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ ഒക്കെ ഉള്ള അധികാരമുണ്ട്. സെക്ഷൻ 276 റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് പറയുന്നത്. സോ ട്രൈബ്യൂണലിൽ ഇടപെട്ടിട്ട് ഇത്തരത്തിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷണൽ ലിക്വിഡേറ്ററെയോ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്ററെയോ മാറ്റാവുന്നതാണ്
അയാൾ എന്തെങ്കിലും മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രോസസ്സിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നെഗ്ലിജൻസ് കാണിക്കുക, അല്ലെങ്കിൽ ഫെയിലിയർ, കോമ്പീറ്റൻ്റ് അല്ല എന്ന് ട്രൈബ്യൂണലിന് തോന്നുകയാണെങ്കിലൊക്കെ ആ ഒരു പേഴ്സണെ റീപ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്നെബിലിറ്റി ടു ആക്ട് ആസ് എ പ്രൊവിഷണൽ ലിക്വിഡേറ്റർ, കമ്പനി ലിക്വിഡേറ്റർക്കോ അല്ലെങ്കിൽ പ്രൊവിഷണൽ ലിക്വിഡേറ്റർക്കോ ഇത്തരത്തിൽ ലിക്വിഡേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അവരുടെ ഇന്നെബിലിറ്റി അവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയുമല്ലോ, അപ്പോൾ അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടല്ല അയാൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് സംഭവിക്കുകയാണെങ്കിലും ആ ഒരു വ്യക്തിയെ റിമൂവ് ചെയ്യാവുന്നതാണ്. സോ ഇത്തരം സാഹചര്യങ്ങളിലാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡേറ്ററെ ആ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നതും മറ്റൊരാളെ റീപ്ലേസ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ദെൻ ഇനി റീപ്ലേസ്മെൻറ്റിന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇൻ ദ ഈവൻറ്റ് ഓഫ് ഡെത്ത്, റെസിഗ്നേഷൻ ഓർ റിമൂവൽ ഓഫ് ദ പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ഓർ കമ്പനി ലിക്വിഡേറ്റർ, ദ ട്രൈബ്യൂണൽ മേ ട്രാൻസ്ഫർ ദ വർക്ക് അസൈൻഡ് ടു ഹിം ഓർ ഇറ്റ് ടു അനദർ കമ്പനി ലിക്വിഡേറ്റർ. ഒരു ലിക്വിഡേറ്റർ മരിച്ചു പോവേ, അല്ലെങ്കിൽ അയാൾ റിസൈൻ ചെയ്തു പോവേ, അല്ലെങ്കിൽ അയാൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്ലേസിലേക്ക്, അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്തിട്ടുള്ള വർക്കിനെ മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു ലിക്വിഡേറ്റർക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട്. ഇനി ഈ ലിക്വിഡേറ്റർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സംഭവിക്കുകയാണെങ്കിൽ, അത് കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടത്തെ ക്ലെയിം ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ആ ഒരു ലോസ് അല്ലെങ്കിൽ ഡാമേജ് ലിക്വിഡേറ്ററുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നതിനുള്ള ഓർഡർ പ്രൊവൈഡ് ചെയ്യാൻ ട്രൈബ്യൂണലിന് കഴിയും. സോ ഈ ഒരു ഓർഡർ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ ലിക്വിഡേറ്റർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിക്വിഡേറ്ററുടെ ഭാഗം ഒന്ന് കേൾക്കുക എന്നുള്ളത് ട്രൈബ്യൂണലിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ ഇൻറ്റിമേഷൻ ടു ലിക്വിഡേറ്റർ ആൻഡ് രജിസ്ട്രാർ. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 277 സബ്സെക്ഷൻ. സോ ഇൻറ്റിമേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയിപ്പ് എന്നാണ് അല്ലേ. സോ ലിക്വിഡേറ്റേഴ്സിനും രജിസ്ട്രാർക്കും ട്രൈബ്യൂണൽ കൊടുക്കേണ്ട അറിയിപ്പിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. നോക്കാം. ദ ട്രൈബ്യൂണൽ വിതിൻ 7 days ഓഫ് അപ്പോയിൻറ്റിംഗ് ദ ലിക്വിഡേറ്റർ സെൻഡ് ആൻ ഇൻറ്റിമേഷൻ ഓഫ് ദ സെയിം ടു ദ ലിക്വിഡേറ്റർ ആൻഡ് ദ കമ്പനി രജിസ്ട്രാർ. ട്രൈബ്യൂണൽ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ കമ്പനി ലിക്വിഡേറ്റർക്കും അതുപോലെ തന്നെ കമ്പനി രജിസ്ട്രാർക്കും ഇൻറ്റിമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ അപ്പോയിൻമെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പ് പ്രൊവൈഡ് ചെയ്യണം. The registrar shall make an endorsement to the effect in his records relating to the company and notify in the official gazette, and in the case of a listed company, the same may be intimated to the stock exchange or exchanges where the securities of the companies are listed. രജിസ്ട്രാർക്ക് ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ അത് റെക്കോർഡ്സിലൊക്കെ രേഖപ്പെടുത്തി വെക്കണം, ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യണം. അതുപോലെ തന്നെ കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെയും ഈ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ടെർമിനേഷൻ ഓഫ് എംപ്ലോയീസ്. സെക്ഷൻ 277 സബ്സെക്ഷൻ 3 എംപ്ലോയീസിൻ്റെ ടെർമിനേഷനെ പറ്റി പറയുന്നത്. ട്രൈബ്യൂണൽ വൈൻഡിംഗ് അപ്പ് ഓർഡർ കൊടുക്കുന്നതോടൊപ്പം തന്നെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെയും ഓഫീസേഴ്സിനെയും ഒക്കെ പിരിച്ചുവിടാനുള്ള ഒരു ഓർഡറും കൂടി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കമ്പനിയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ പിരിച്ചുവിടാനുള്ള ഒരു നോട്ടീസ് കൂടി വൈൻഡിംഗ് അപ്പ് ഓർഡറിൻ്റെ കൂടെ ഇഷ്യൂ ചെയ്യും. ഇതാണ് ടെർമിനേഷൻ ഓഫ് എംപ്ലോയീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം കമ്പനീൻ്റെ ബിസിനസ്സിന് നടത്താൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരെ പിരിച്ചുവിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു നോട്ടീസും കൂടി പ്രൊവൈഡ് ചെയ്യണം. ദെൻ അടുത്ത ടൈറ്റിൽ നോക്കുക, വൈൻഡിംഗ് അപ്പ് കമ്മിറ്റി ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡേറ്ററിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ലിക്വിഡേറ്ററെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യാൻ സാധിക്കും. ഇതാണ് വൈൻഡിംഗ് അപ്പ് കമ്മിറ്റി. ഈ കമ്മിറ്റീൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 277 സബ്സെക്ഷൻ 4B5 ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 3 weeks 3 ആഴ്ചയ്ക്കുള്ളിൽ കമ്പനി ലിക്വിഡേറ്റർക്ക് ട്രൈബ്യൂണലിന് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം ഇത്തരത്തിൽ വൈൻഡിംഗ് അപ്പ് കമ്മിറ്റി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. കമ്മിറ്റിയിലെ മെമ്പേഴ്സിൽ ഫസ്റ്റ് വൺ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ അറ്റാച്ച്ഡ് ടു ദി ട്രൈബ്യൂണൽ. ട്രൈബ്യൂണൽ ഇടപെട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഉണ്ടായിരിക്കും. ദെൻ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ നോമിനീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രൈബ്യൂണൽ നോമിനേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രൊഫഷണൽസും ഉണ്ടായിരിക്കും. ഇവർ ചേരുന്നതിനെയാണ് വൈൻഡിംഗ് അപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി ഫോം ചെയ്യുന്നത് തന്നെ ലിക്വിഡേറ്ററെ അസിസ്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. Then the company liquidator shall be the convener of the meeting of the winding up committee, which shall assist and monitor the liquidation proceeding in the following areas of liquidation functions. കമ്പനി ലിക്വിഡേറ്ററെ ആണ് മീറ്റിങ്ങിൻ്റെ കൺവീനറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. ലിക്വിഡേഷൻ പ്രൊസീഡിങ്ങിനെ മോണിറ്റർ ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും ഈ വൈൻഡിംഗ് അപ്പ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത്. ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീഡിങ്ങിൽ കുറച്ച് ഫംഗ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ടേക്കിംഗ് ഓവർ അസറ്റ്. കമ്പനിയുടെ അസറ്റിനെ ടേക്ക് ഓവർ ചെയ്യേണ്ടത് ഇവരാണ്. അതായത് അസറ്റൊക്കെ ഏറ്റെടുത്ത് അസറ്റിനെ റിയലൈസ് ചെയ്യേണ്ടത് വൈൻഡിംഗ് അപ്പ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ എക്സാമിനേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. കമ്പനീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പരിശോധിക്കേണ്ടത് വൈൻഡിംഗ് അപ്പ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ കമ്പനിക്ക് ഏതെങ്കിലും ക്യാഷോ അസറ്റോ പ്രോപ്പർട്ടിയോ ഒക്കെ
കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കേണ്ടത് ഈ കമ്മിറ്റിയാണ്. ദെൻ റിവ്യൂ ദ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ അക്കൗണ്ടിനെ വെരിഫൈ ചെയ്യേണ്ടതും ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കേണ്ടതും ഇവരാണ്. ദെൻ സെയിൽ ഓഫ് അസറ്റ്സ്, കമ്പനീൻ്റെ അസറ്റിനെ സെയിൽ ചെയ്യേണ്ടത്. ദെൻ ഫൈനലൈസേഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടറീസ്. കമ്പനിക്ക് ക്യാഷ് കൊടുക്കാനുള്ളവരോ അല്ലെങ്കിൽ കമ്പനി ക്യാഷ് കൊടുക്കാനുള്ളവരോ ആരൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ടതും അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതും വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. ദെൻ കോംപ്രമൈസ്, അബാൻഡൻമെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിംസ്. ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിംസിനെ സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനോ ഒക്കെ അധികാരമുള്ളത് വൈൻഡിങ് അപ്പ് കമ്മിറ്റിക്കാണ്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഇഫ് എനി. ഏതെങ്കിലും ഡിവിഡൻഡ് പേയ്മെൻറ്റ് പെൻഡിങ് കൊടുത്ത് തീർക്കാനുള്ള ഉത്തരവാദിത്തം വൈൻഡിങ് അപ്പ് കമ്മിറ്റിക്കുണ്ട്. ദെൻ എനി അതർ ഫംഗ്ഷൻ ആസ് ദ ട്രൈബ്യൂണൽ മേ ഡയറക്റ്റ് ഫ്രം ടൈം ടു ടൈം. ട്രൈബ്യൂണൽ ഇടപെട്ടിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളും ഇവർ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞു ഈ വൈൻഡിങ് അപ്പ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് തന്നെ ലിക്വിഡേറ്ററെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ഇവരുടെ മറ്റൊരു ഡ്യൂട്ടിയാണ് ട്രൈബ്യൂണലിന് മുന്നാകെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവർ വിളിച്ചു ചേർക്കുന്ന മീറ്റിങ്ങിൻ്റെ മിന്യൂട്ട്സ്, മീറ്റിങ്ങിൽ പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനെ കൊണ്ടും സൈൻ ചെയ്യിച്ചിട്ട് ട്രിബ്യൂണലിന് മുന്നാകെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ദ കമ്പനി ലിക്വിഡേറ്റർ ഷാൾ പ്രിപ്പയർ ദ ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് ഫോർ കൺസിഡറേഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് ദി വൈൻഡിങ് അപ്പ് കമ്മിറ്റി. വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കമ്പനി ലിക്വിഡേറ്റർ ആയിരിക്കും ഈ ഫൈനൽ റിപ്പോർട്ടിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി പ്രിപ്പയർ ചെയ്യുക. ആ ഡ്രാഫ്റ്റ് കോപ്പി ഒരു മീറ്റിങ്ങിൽ അവതരിപ്പിച്ചിട്ട് വൈൻഡിങ് അപ്പ് കമ്മിറ്റിയിൽ നിന്നും പെർമിഷൻ വാങ്ങേണ്ടത് അല്ലെങ്കിൽ അപ്രൂവൽ വാങ്ങേണ്ടത് കമ്പനി ലിക്വിഡേറ്റർ ആണ്. ദെൻ ദ ഫൈനൽ റിപ്പോർട്ട്സ് അപ്രൂവ്ഡ് ബൈ ദ വൈൻഡിങ് അപ്പ് കമ്മിറ്റി ഷാൾ ബി സബ്മിറ്റഡ് ബൈ ദ കമ്പനി ലിക്വിഡേറ്റർ ബിഫോർ ദ ട്രൈബ്യൂണൽ. ഇപ്പോൾ കമ്പനീൻ്റെ ഡിസൊല്യൂഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈബ്യൂണലിന് മുന്നാകെ ഈ ഒരു കോപ്പി ആയിരിക്കും സബ്മിറ്റ് ചെയ്യുക, അതിന് അപ്രൂവൽ വൈൻഡിങ് അപ്പ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈൻഡിങ് അപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലിക്വിഡേറ്ററും സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ നോമിനീസും ട്രൈബ്യൂണൽ നോമിനേറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽസും അടങ്ങുന്നതാണ്. ഇവരുടെ മെയിൻ ഡ്യൂട്ടീസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കമ്പനീൻ്റെ അസറ്റ്സിനെയൊക്കെ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഏറ്റെടുക്കാനും അതിനെ ഡിസ്ചാർജ് ചെയ്യാനും അസറ്റ് സെയിൽ ചെയ്യാനും റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെയും കോൺട്രിബ്യൂട്ടറീസിൻ്റെയൊക്കെ ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ അധികാരമുള്ള വ്യക്തികളാണ് വൈൻഡിങ് അപ്പ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. ഓരോ മാസവും ഇവർ മീറ്റിംഗ് വിളിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. മീറ്റിങ്ങിൻ്റെ മിന്യൂട്ട്സും അതുപോലെ തന്നെ റിപ്പോർട്ടും കമ്പനി ലിക്വിഡേറ്റർ ട്രൈബ്യൂണലിന് മുന്നാകെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനീൻ്റെ ഡിസൊല്യൂഷൻ ഓർഡർ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് കമ്പനി ലിക്വിഡേറ്റർ ആണ്. സോ അതിന് മുന്നേ ഒരു ഡ്രാഫ്റ്റ് കോപ്പി പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റിയിൽ നിന്നും അപ്രൂവൽ വാങ്ങേണ്ടതും കമ്പനി ലിക്വിഡേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്പനി ലിക്വിഡേറ്റർ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു വൈൻഡിങ് അപ്പ് ഓർഡർ ട്രൈബ്യൂണൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ 60 ദിവസത്തിനുള്ളിൽ, അതായത് ട്രിബ്യൂണലിൻ്റെ ഓർഡർ കിട്ടി 60 ദിവസത്തിനുള്ളിൽ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണമെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ദ നേച്ചർ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻക്ലൂഡിംഗ് ദെയർ ലൊക്കേഷൻ ആൻഡ് വാല്യൂ. അതായത് കമ്പനിക്ക് ഏതൊക്കെ തരത്തിലുള്ള അസറ്റ്സ് ആണുള്ളത്, അതിൻ്റെ നേച്ചർ എന്താണ്, ഫിക്സഡ് അസറ്റ് ആണോ വേരിയബിൾ അസറ്റ് ആണോ, അതിൻ്റെ ലൊക്കേഷൻ എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ്, ഇതൊക്കെ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ദെൻ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ്. കമ്പനീൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ഇഷ്യൂഡ് എത്രയാണ്, അതിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എത്രത്തോളം ക്യാപിറ്റലാണ്, ദെൻ അതിൽ തന്നെ പെയ്ഡ് അപ്പ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യണം. Then existing and contingent liabilities of the company including names, addresses and occupation of its creditors, stating separately the amount of secured and unsecured debts. കമ്പനിക്കുള്ള സെക്യൂർഡ് ഡെപ്റ്റ്സും അതുപോലെ തന്നെ അൺസെക്യൂർഡ് ഡെപ്റ്റ്സും സെപ്പറേറ്റ്ലി കാണിക്കണം. ക്രെഡിറ്റേഴ്സിൻ്റെ പേര്, അവരുടെ അഡ്രസ്സ്, ഓക്യുപ്പേഷൻ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. കമ്പനിക്കുള്ള നിലവിലുള്ള ലയബിലിറ്റീസും അതുപോലെ തന്നെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. Then debts due to the company and the names, addresses and occupation of the person from whom they are due and the amount likely to be realized on account thereof. അതായത് കമ്പനിക്ക് ആരെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ പേര്, അഡ്രസ്സ് അതുപോലെ തന്നെ ജോബുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഗ്യാരണ്ടി ഇഫ് എനി എക്സ്റ്റെൻഡഡ് ബൈ ദ കമ്പനി. കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാരണ്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ആൻഡ് ഡ്യൂസ്. കമ്പനിക്ക് വൈൻഡിങ് അപ്പ് സമയത്ത് ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് കോൺട്രിബ്യൂട്ടറീസ് അല്ലേ. ഇപ്പോൾ കമ്പനീൻ്റെ രജിസ്റ്റേർഡ് ലിസ്റ്റിൽ പേരുള്ള അല്ലെങ്കിൽ കമ്പനിയിലെ മെമ്പറായിരിക്കുന്ന ഓരോ വ്യക്തികളും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടില്ലേ, കമ്പനി ഷെയറിൻ്റെ ക്യാഷ് കളക്ട് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ടാണല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. സോ ഫുൾ എമൗണ്ട് അവർ ഒന്നിച്ച് കളക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കമ്പനീസിന് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. സോ വൈൻഡിങ് അപ്പ് സമയത്ത് ആ എമൗണ്ടൊക്കെ കമ്പനി വാങ്ങും.
സോ കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ട്രേഡ് മാർക്സ് ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ്. കമ്പനി ഓൺ ചെയ്യുന്ന ഏതെങ്കിലും ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യണം. ദെൻ ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രാക്ട്സ് അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സോ കൊളാബറേഷൻസോ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി. കമ്പനീനെ മറ്റേതെങ്കിലും കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനിക്ക് സബ്സിഡറി കമ്പനീസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യണം. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ലീഗൽ കേസസ് ഫയൽഡ് ബൈ ഓർ എഗെയിൻസ്റ്റ് ദ കമ്പനി. കമ്പനിക്ക് എതിരായിട്ട് എന്തെങ്കിലും കേസുകൾ നിലവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. ദെൻ എനി അതർ ഇൻഫർമേഷൻ വിച്ച് ദ ട്രൈബ്യൂണൽ മേ ഡയറക്റ്റ് ഓർ ദ കമ്പനി ലിക്വിഡേറ്റർ മേ കൺസിഡർ നെസസറി ടു ഇൻക്ലൂഡ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കമ്പനി ലിക്വിഡേറ്റർക്ക് തോന്നുന്ന അല്ലെങ്കിൽ ട്രിബ്യൂണൽ ഇൻസിസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസും കൂടി ഈ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. കമ്പനീൻ്റെ അസറ്റ്സ്, അതുപോലെ ക്യാപിറ്റൽ, ലയബിലിറ്റീസ്, ദെൻ കമ്പനീൻ്റെ ക്രെഡിറ്റേഴ്സ്, കോൺട്രിബ്യൂട്ടറീസ്, ഗ്യാരണ്ടീസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ട്രേഡ് മാർക്ക്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, കോൺട്രാക്റ്റുകൾ, അതുപോലെ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനീൻ്റെ ഡീറ്റെയിൽസ്, ലീഗൽ കേസുകൾ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ട്രൈബ്യൂണലിനും കമ്പനി ലിക്വിഡേറ്റർക്കും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന മറ്റു വിവരങ്ങൾ, ഇതൊക്കെ അടങ്ങുന്നതാണ് ലിക്വിഡേറ്ററുടെ റിപ്പോർട്ട്. ഓക്കെ, അതുപോലെ തന്നെ കമ്പനീൻ്റെ പ്രൊമോഷൻ ആൻഡ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിവരങ്ങളും ലിക്വിഡേറ്റർക്ക് ഈ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ഫോർമേഷൻ സമയത്ത് അല്ലെങ്കിൽ പ്രൊമോഷൻ സമയത്ത് ഏതെങ്കിലും ഫ്രോഡ് ആരെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഓഫീസേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അധികാരം കമ്പനി ലിക്വിഡേറ്റർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു റിപ്പോർട്ട് പരിശോധിക്കാനുള്ള, ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം ക്രെഡിറ്റേഴ്സിനും കോൺട്രിബ്യൂട്ടറീസിനും ഏജൻസിനും ഒക്കെ ഉണ്ട്. സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ഫീ അവർ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കോപ്പീസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, റിപ്പോർട്ട് ഓഫ് ദ കമ്പനി ലിക്വിഡേറ്റർ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ട്രൈബ്യൂണൽ ആക്ഷൻസ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ കമ്പനി ലിക്വിഡേറ്റർ. സെക്ഷൻ 282 ഇത് പറയുന്നത്. നോക്കാം. ആഫ്റ്റർ കൺസിഡറിംഗ് ദ റിപ്പോർട്ട് ഓഫ് ദ ലിക്വിഡേറ്റർ, ട്രൈബ്യൂണൽ ഫിക്സ് എ ടൈം ലിമിറ്റ് വിത്തിൻ വിച്ച് ദ എൻറ്റയർ പ്രൊസീഡിംഗ് ഓഫ് ദ കമ്പനി ഷാൾ ബി കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഡിസോൾവ്ഡ്. ലിക്വിഡേറ്റർ സബ്മിറ്റ് ചെയ്യുന്ന ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കമ്പനി ട്രൈബ്യൂണൽ കമ്പനീൻ്റെ വൈൻഡിംഗ് അപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീഡിങ്ങിന് നിശ്ചിത സമയം അനുവദിക്കുക. ഓക്കെ, അപ്പോൾ ട്രൈബ്യൂണൽ ഒരു നിശ്ചിത സമയം അനുവദിക്കും. ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് കമ്പനീനെ ഡിസോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പനീനെ ഒരു ഗോയിങ് കൺസേൺ ആയി തന്നെ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനീൻ്റെ അസറ്റ്സ് മുഴുവനായിട്ടും സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് സെയിൽ ചെയ്യാനോ ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് ട്രൈബ്യൂണലിന് കഴിയും. സോ കമ്പനി ലിക്വിഡേറ്ററിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ ട്രൈബ്യൂണൽ ഓർഡർ പ്രൊവൈഡ് ചെയ്യുക. ഇഫ് ദ ട്രൈബ്യൂണൽ ഫൗണ്ട് ദാറ്റ് എ ഫ്രോഡ് ഹാസ് ബീൻ കമ്മിറ്റഡ് ഇൻ ദ കമ്പനീസ് അഫയേഴ്സ്, ഇറ്റ് ഷാൾ ഡയറക്റ്റ് ദ കമ്പനി ലിക്വിഡേറ്റർ ടു ഫയൽ എ ക്രിമിനൽ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് പേഴ്സൺസ് ഹു വെർ ഇൻവോൾവ്ഡ് ഇൻ ദ കമ്മീഷൻ ഓഫ് ഫ്രോഡ്. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഫയേഴ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ്ലൻറ്റ് ആക്ടിവിറ്റീസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഴ്സൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ലിക്വിഡേറ്ററോട് ക്രിമിനൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ ഓർഡർ ചെയ്യാനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രോഡ്ലൻറ്റ് ആക്ടിവിറ്റി അവർ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവർക്കെതിരെ കംപ്ലൈൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ലിക്വിഡേറ്ററോട് ഡയറക്റ്റ് ചെയ്യാൻ ട്രൈബ്യൂണലിന് കഴിയും. The tribunal may also order for taking necessary steps to protect, preserve or enhance the value of assets of the company. കമ്പനീൻ്റെ അസറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ വാല്യൂ ഓഫ് അസറ്റ്സിനെ ഇൻക്രീസ് ചെയ്യാനൊക്കെ നെസസറി ആക്ഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ട്രൈബ്യൂണലിന് കഴിയും. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് ട്രൈബ്യൂണൽ ആക്ഷൻസ് ഓൺ ദി റിപ്പോർട്ട് ഓഫ് ദ കമ്പനി ലിക്വിഡേറ്റർ ആണ്. അതായത് ലിക്വിഡേറ്ററുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നാണ്. സോ കമ്പനി ഡിസോൾവ് ചെയ്യേണ്ട ആ ഒരു ടൈം പീരീഡ് ലിക്വിഡേറ്ററുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനീനെ മുഴുവനായിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ അസറ്റ്സിനെ സെയിൽ ചെയ്യണോ പാർട്ട് ഓഫ് അസറ്റ് സെയിൽ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അതുപോലെ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കെതിരെ കംപ്ലൈൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ലിക്വിഡേറ്ററെ ഡയറക്റ്റ് ചെയ്യാനും ട്രൈബ്യൂണലിന് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഈ ട്രൈബ്യൂണലിന് ലിക്വിഡേറ്റർ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ദെൻ കസ്റ്റഡി ഓഫ് കമ്പനീസ് പ്രോപ്പർട്ടി സെക്ഷൻ 283 ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനീൻ്റെ എല്ലാ അസറ്റിനെയും അല്ലെങ്കിൽ എല്ലാ പ്രോപ്പർട്ടീസിനെയും ഏറ്റെടുക്കാനും അതിനെ കസ്റ്റഡിയിൽ വെക്കാനും ട്രൈബ്യൂണലിന് അധികാരമുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടിയാണ് ഈ ട്രൈബ്യൂണലിൻ്റെ കൺട്രോളിലുള്ള അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ എല്ലാ അസറ്റ്സും കൈകാര്യം ചെയ്യുക എന്നുള്ളത്. സോ ട്രൈബ്യൂണലിൻ്റെ നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിലുള്ള അസറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ പ്രിസർവ് ചെയ്യാനും അതിൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കേണ്ടത് കമ്പനി ലിക്വിഡേറ്ററാണ്. അതുപോലെ തന്നെ ട്രൈബ്യൂണൽ വൈൻഡിംഗ് അപ്പ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനീൻ്റെ ഏജൻസ് അല്ലെങ്കിൽ മറ്റ് ട്രസ്റ്റീസോ അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസേഴ്സോ അവരൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കളക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കമ്പനീൻ്റെ ക്യാഷ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനീൻ്റെ പ്രോപ്പർട്ടിയോ മറ്റ് ബുക്സോ പേപ്പേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യാൻ കമ്പനി ലിക്വിഡേറ്റർക്ക് സാധിക്കും. വൈൻഡിംഗ് അപ്പ് ഓർഡർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം
ട്രൈബ്യൂണൽക്ക് കമ്പനി ലിക്വിഡേറ്റർ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഏതൊരു സമയത്തും അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും ട്രസ്റ്റീസിൻ്റെ അടുത്തുനിന്നും റിസീവേഴ്സിൻ്റെ അടുത്തുനിന്നും ബാങ്കേഴ്സിൻ്റെ അടുത്തുനിന്നും ഏജൻസിൻ്റെ അടുത്തുനിന്നൊക്കെ ഇത്തരത്തിൽ പ്രോപ്പർട്ടീസ് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബുക്സ് കളക്ട് ചെയ്യാൻ അക്കൗണ്ട്സ് റെക്കോർഡ്സ് കളക്ട് ചെയ്യാൻ അതുപോലെ തന്നെ ക്യാഷ് കളക്ട് ചെയ്യാനൊക്കെ അധികാരം കമ്പനി ലിക്വിഡേറ്റർക്കുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 283 കമ്പനിയുടെ പ്രോപ്പർട്ടീസിൻ്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സോ കമ്പനീൻ്റെ എല്ലാ അസറ്റ്സും എല്ലാ പ്രോപ്പർട്ടീസും വൈൻഡിംഗ് അപ്പ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ട്രൈബ്യൂണലിനെ ഏറ്റെടുക്കാവുന്നതാണ്. ട്രൈബ്യൂണലിന് വേണ്ടിയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതും അതിനെ പ്രിസർവ് ചെയ്യുന്നതൊക്കെ ഈ ഒരു കമ്പനി ലിക്വിഡേറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ലിക്വിഡേറ്ററുടെ ആവശ്യപ്രകാരം കമ്പനീൻ്റെ ഏജൻസും റിസീവേഴ്സും ബാങ്കേഴ്സും ഒക്കെ അവരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അസറ്റ്സ് അല്ലെങ്കിൽ ബുക്സ്, പേപ്പേഴ്സ്, അക്കൗണ്ട്, ക്യാഷ് ഇതൊക്കെ ലിക്വിഡേറ്റർക്ക് സറണ്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെറ്റിൽമെൻറ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു വൈൻഡിംഗ് അപ്പ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി ലിക്വിഡേറ്റർ കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്നല്ലേ, അത് അവരുടെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് വൈൻഡിംഗ് അപ്പ് സമയത്ത് കമ്പനിയിലേക്ക് ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. കമ്പനീൻ്റെ രജിസ്റ്ററിൽ പേരുള്ള എല്ലാവരും രജിസ്റ്റേർഡ് മെമ്പേഴ്സാണ്. അപ്പോൾ അവരൊക്കെ കോൺട്രിബ്യൂട്ടറീസ് ആണ്. സോ ഈ വൈൻഡിംഗ് അപ്പ് സമയത്ത് ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് ലിക്വിഡേറ്റേഴ്സ് തയ്യാറാക്കുമ്പം അവർ സ്വന്തം റൈറ്റ് പ്രകാരം അല്ലെങ്കിൽ ഓൺ റൈറ്റ് പ്രകാരം കോൺട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റും അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ലിസ്റ്റൊക്കെ സെപ്പറേറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. സോ ഈ ഒരു വൈൻഡിംഗ് അപ്പ് സമയത്ത് ഇത്തരത്തിൽ കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ അവരുടെ ലയബിലിറ്റി കണക്കാക്കുമ്പം കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അതാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് കമ്പനിയുടെ രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ അവർക്കൊക്കെ കമ്പനിയുടെ ഒരു ലയബിലിറ്റി ഉണ്ടല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷെയറിൻ്റെ എമൗണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, ഒരു സമയം തന്നെ അടച്ചു തീർക്കുന്നില്ല, അത് ഓരോ കോൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് കളക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. സോ വൈൻഡിംഗ് അപ്പ് സമയത്ത് കമ്പനിക്ക് ഇനിയും ക്യാഷ് കൊടുക്കാനുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇനിയും കോൾസ് ബാക്കി നിൽക്കുന്ന ഷെയർസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയും കമ്പനിയിലേക്ക് അവർ ക്യാഷ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ കോൺട്രിബ്യൂട്ടറീസിൻ്റെ റൈറ്റ്സിൽ വരുത്തുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് എക്സംഷൻസ് ഇവിടെ പറയുന്നുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ, എ പേഴ്സൺ ഹു ഹാസ് ബീൻ എ മെമ്പർ ഷാൾ നോട്ട് ബി ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഇഫ് ഹി ഹാസ് സീസ്ഡ് ടു ബി എ മെമ്പർ ഫോർ ദ പ്രിസീഡിംഗ് 1 year ഓർ മോർ ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കമ്പനി വൈൻഡിംഗ് അപ്പ്. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിന് 1 വർഷം മുന്നേ ആയിരുന്നു അയാൾ കമ്പനിയുടെ മെമ്പർ. അതായത് നിലവിൽ അയാൾ കമ്പനിയുടെ മെമ്പർ അല്ല എന്നുണ്ടെങ്കിൽ 1 വർഷം മുന്നേ കമ്പനിയിൽ നിന്നും പോയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു കോൺട്രിബ്യൂട്ടറി അല്ല. അപ്പോൾ അയാൾക്ക് ഇവിടെ ലയബിലിറ്റി ഇല്ല. ദെൻ എ പേഴ്സൺ ഹു ഹാസ് ബീൻ എ മെമ്പർ ഷാൾ നോട്ട് ബി ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡെപ്റ്റ് ഓർ ലയബിലിറ്റി ഓഫ് ദ കമ്പനി കോൺട്രാക്റ്റഡ് ആഫ്റ്റർ ഹി സീസ്ഡ് ടു ബി എ മെമ്പർ. അതായത് നിലവിൽ അയാൾ കമ്പനിയിലെ മെമ്പറല്ല, അയാൾ കമ്പനിയിൽ നിന്നും പോയിട്ടുണ്ട്. അതിനുശേഷം കമ്പനി എൻട്രി ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോൺട്രാക്റ്റിൽ കമ്പനിക്ക് ബാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റീസ് ഒന്നും ഈ മെമ്പർ ഏറ്റെടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നിലവിൽ അയാൾ മെമ്പർ അല്ലല്ലോ. അപ്പോൾ അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം കമ്പനി ഇത്തരത്തിൽ എൻട്രി ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകളുടെ ലയബിലിറ്റി ഇയാൾക്ക് ഉണ്ടാവില്ല. ദെൻ നോ പേഴ്സൺ ഹു ഹാസ് ബീൻ എ മെമ്പർ ഷാൾ ബി ലയബിൾ ടു കോൺട്രിബ്യൂട്ട് അൺലെസ് ഇറ്റ് അപ്പിയേഴ്സ് ടു tribunal that the present members are unable to satisfy the contributions required to be made by them in pursuance of this act. അതുപോലെ കമ്പനിയിലെ മെമ്പർ അല്ലാത്ത ഒരു വ്യക്തിക്കും ലയബിലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല unless the tribunal that the present members are unable to satisfy the contributions. അതായത് പ്രസന്റ് മെമ്പേഴ്സിന് കോൺട്രിബ്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മതിയായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളേറെ ലയബിലിറ്റീസ് കമ്പനിക്ക് ഉണ്ടെങ്കിൽ പാസ്റ്റ് മെമ്പേഴ്സിനെ കൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും. Then in the case of the company limited by shares, no contribution shall be required from any person over and above the amount unpaid on the shares in respect of which he is liable as such a member. Company limited by sharesൽ തന്നെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇനി എത്ര എമൗണ്ട് ആണോ ഷെയറിൻ്റെ മേലെ ഒരു മെമ്പർ കൊടുക്കാനുള്ളത് അതായിരിക്കും അയാളുടെ ലയബിലിറ്റി. അതിനപ്പുറത്തേക്കുള്ളൊരു എമൗണ്ട് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ല. ദെൻ ഇൻ ദ കേസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഇവിടെയും അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർ എമൗണ്ട് എത്രയാണോ അത് മാത്രമാണ് മെമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. സോ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടീൻ്റെ കേസിലും അതിനപ്പുറത്തേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ മെമ്പർ നടത്തേണ്ടതില്ല. ഓക്കെ, സോ വൈൻഡിംഗ് അപ്പ് സമയത്ത് കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലിക്വിഡേറ്റർക്കാണ് അതിൻ്റെ ഡ്യൂട്ടി ഉള്ളത്. സോ പാസ്റ്റ് മെമ്പറെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞു, അവിടെ അൺപെയ്ഡ് ഷെയർസിൻ്റെ വാല്യൂ എത്രയാണോ അത് മാത്രമാണ് അവർ കൊടുക്കേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള എക്സ്ട്രാ എമൗണ്ട് ഒന്നും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതില്ല. ഓക്കെ, അടുത്തത് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജേഴ്സ് ആസ് കോൺട്രിബ്യൂട്ടറീസ്. സെക്ഷൻ 286 മാനേജേഴ്സും ഡയറക്ടേഴ്സും കോൺട്രിബ്യൂട്ടറി ആവുന്ന ചില സിറ്റുവേഷൻസ് പറയുന്നത്. കമ്പനി ഒരു ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, അതായത് അതിൻ്റെ ലയബിലിറ്റീനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും.
അപ്പോൾ അതിനപ്പുറത്തേക്ക് വരുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റീസിനെ ഏറ്റെടുക്കേണ്ട ഒരു ചുമതല ഡയറക്ടേഴ്സിനും മാനേജേഴ്സിനും ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ പ്രത്യേകം ഈ ഒരു പ്രൊവിഷനിൽ ഇത് പറയുന്നുണ്ട്. ഉള്ള ഒരു ലയബിലിറ്റിക്ക് അപ്പുറത്തേക്ക്, അതായത് ഒരു മെമ്പർ എന്ന ലയബിലിറ്റിക്ക് അപ്പുറത്തേക്ക് അവർ അഡീഷണലായിട്ട് ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഒരു അൺലിമിറ്റഡ് കമ്പനിയിൽ എങ്ങനെയാണോ ഒരു മെമ്പർക്ക് ബാധ്യത ഉണ്ടാവുക, അതുപോലെ ഒരു ബാധ്യത ഇവിടെ ഡയറക്ടേഴ്സിനും മാനേജേഴ്സിനും ഉണ്ട് ഇൻ കേസ് ഓഫ് ലിമിറ്റഡ് കമ്പനി. ഓക്കെ, then but a person who has been a director or a manager shall not be liable to make such a further contribution if he has ceased to hold office for a year or upward before the commencement of the winding up. അതായത് ഈ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഒരു വർഷമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഒരു എക്സംഷൻ പറഞ്ഞിട്ടുള്ളതാണ്. then a person who has been a director or a manager shall not be liable to make such a further contribution in respect to any debt or liability of the company contracted after he ceased to hold office. അതായത് ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു മാനേജറോ ഓഫീസിൽ നിന്ന് പോയതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് പോയതിന് ശേഷം കമ്പനി എൻ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകളുടെ ലയബിലിറ്റീസോ ബാധ്യത ഒന്നോ ഈ ഒരു മാനേജറോ ഡയറക്ടറോ ഏറ്റെടുക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഡയറക്ടേഴ്സും മാനേജേഴ്സും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഒരു വർഷമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അവർ ഓഫീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം വരുന്ന കോൺട്രാക്ട്സുകളുടെയും മറ്റ് അറേഞ്ച്മെൻറ്റ്സിൻ്റെയും ഒന്നും ലയബിലിറ്റീസും ഡെപ്റ്റ്സും ഇവർ ഏറ്റെടുക്കേണ്ടതില്ല. ഓക്കെ, ലെറ്റ്സ് കൺക്ലൂഡ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ട്രൈബ്യൂണൽ ഇടപെട്ടിട്ടുള്ള കമ്പൽസറി വൈൻഡിംഗ് അപ്പ് ആയിരുന്നു. അപ്പോൾ അതിൽ ലിക്വിഡേറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, അതുപോലെ പെറ്റീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ലിക്വിഡേറ്റേഴ്സിൻ്റെ റിപ്പോർട്ട്, വൈൻഡിംഗ് അപ്പ് കമ്മിറ്റി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എസ് എ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് വൈൻഡിംഗ് അപ്പ് ഓഫ് എ കമ്പനി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നിങ്ങൾ കൊടുക്കും. മോഡ്സ് ഓഫ് വൈൻഡിംഗ് അപ്പ് ഒക്കെ എസ് എ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടേംസും അല്ലെങ്കിൽ ഓരോ ടൈറ്റിലും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്ന ഇതാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ ബാക്കി പോർഷൻ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.